എറണാകുളം ചോറ്റാനിക്കരയിൽ 19-കാരിയെ വീടിനുള്ളിൽ ഗുരുതര പരിക്കേറ്റ അബോധാവസ്ഥയിൽ കണ്ടെത്തി. സംഭവത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഞായറാഴ്ചയാണ് ചോറ്റാനിക്കരയിലെ വീട്ടിൽ 19-കാരിയായ പെൺകുട്ടിയെ ഗുരുതര പരിക്കേറ്റ നിലയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയതിന്റെയും കയ്യിൽ മുറിവേറ്റതിന്റെയും പാടുകളുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ബന്ധു ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയും കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ തലയോലപ്പറമ്പ് സ്വദേശിയായ യുവാവ് വീട്ടിനകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു. ഇയാളാണ് പെൺകുട്ടിയെ ആക്രമിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുമായി മുൻപരിചയമുള്ളയാളാണ് ഇയാളെന്നും ശനിയാഴ്ച രാത്രി മറ്റാരുമില്ലാത്ത സമയത്ത് വീട്ടിലെത്തിയ യുവാവ് പെൺകുട്ടിയുമായി തർക്കിക്കുകയും പിന്നീട് ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പെൺകുട്ടി പീഡനത്തിനിരയായിട്ടുണ്ടെന്ന അമ്മയുടെ മൊഴി പ്രകാരം യുവാവിനെതിരെ ബലാത്സംഗ കുറ്റവും ചുമത്തിയിട്ടുണ്ടെന്ന് പുത്തൻകുരിശ് DYSP VT ഷാജൻ പറഞ്ഞു. വളരെ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരു കേസാണത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ള ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമവുമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തലയോലപ്പറമ്പ് സ്വദേശിയായ യുവാവ് പലതവണ പ്രദേശത്ത് വന്നിട്ടുണ്ടെന്നും നിരന്തരമായി പ്രശ്നമുണ്ടാക്കുന്നതിനാൽ ഇയാൾക്കെതിരെ നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ചോറ്റാനിക്കര പഞ്ചായത്ത് അംഗം പറഞ്ഞു. 2021 രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ അതിജീവിത കൂടിയാണ് പെൺകുട്ടി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.